TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പിറവത്ത് 2015 ഫെബ്രുവരി 7 ശനി. ശുശ്രൂഷ രാവിലെ 10-ന് മാം ഓഡിറ്റോറിയം. യേശുവിൽ ശാപവിമുക്തി തൃശ്ശൂരിൽ. കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെന്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്ന ഹൃദയമാകെ നന്ദിയാ. യേശുനാഥൻ ശാപമാകെ ഏറ്റതാ, മുള്ളുകൊണ്ടുള്ളോർ മുടിയായി ഏറ്റതാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. തിരുവനന്തപുരം നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങും ബൈബിൾ ക്ലാസ്സും അതിൽ ദൈവകൃപ നമുക്ക് തരുന്ന ധൈര്യത്തെക്കുറിച്ചായിരുന്നു അവിടെ സംസാരിച്ചത്. ആ ക്ലാസ്സാണ് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ധൈര്യം എന്ന് പറയുന്നത് നമുക്കൊരു തെറ്റും പറ്റിയില്ലെന്നുള്ളതോ ഇവിടെ പ്രാർത്ഥന പെർഫെക്റ്റ് ആയെന്നുള്ളതോ ഒന്നുമല്ല, മറിച്ച് യേശു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം എനിക്ക് വലിയ ധൈര്യമാണ്. ഒരു കുഞ്ഞു കൊച്ചിന് അതിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും സ്നേഹമാണ് അതിൻ്റെ ധൈര്യം. കർത്താവിനെ കൈവിടത്തില്ലെന്നുള്ള ഉറപ്പ്, ആ കർത്താവിൻ്റെ സ്വഭാവമാണ് നമ്മുടെ ധൈര്യം. മാറത്തില്ല ആ സ്വഭാവം, നമ്മളെ സ്നേഹിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കല്യാണ സദ്യക്ക് ആൾക്കാരെ വിളിച്ചവരാരും വന്നില്ല. ഉടനെ രാജാവ് പറയാം, വഴിയിൽ ചെന്ന് കണ്ടവരെയൊക്കെ വിളിച്ചോളാൻ. യോഗ്യതയൊന്നും നോക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മളും വന്നത്, ഒരു യോഗ്യതയില്ല. പക്ഷേ ഈ അകത്ത് കയറി സദ്യക്കിരുന്നപ്പോൾ ഒരാളെ മാത്രം കല്യാണ വസ്ത്രം ഇല്ലാത്തവനായിട്ട് കണ്ടു. അവനെ പിടിച്ച് പുറത്താക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നു. എനിക്കതെന്നും ഒരു ചോദ്യചിഹ്നമായിരുന്നു. അതിന് എല്ലാവരെയും വഴിയിൽ നിന്ന് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരുത്തനെ മാത്രം പുറത്തു വിട്ട്. വാസ്തവത്തിൽ ഈ കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ എന്താ പുറത്താക്കിയത്? അത് എനിക്ക് വാസ്തവത്തിൽ പിന്നീട് അതിനെക്കുറിച്ച് ധാരണ ലഭിച്ചത്. ഈ എപ്പിസോഡിൽ നമ്മളത് കേൾക്കും. നമുക്ക് ആ വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. സുവിശേഷങ്ങളിൽ ഒരു ഭാഗത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: രാജാവ് ഒരു കല്യാണ സദ്യക്ക് ആൾക്കാരെ ക്ഷണിച്ചെന്നും സമയമായപ്പോൾ വിളിച്ചവരാരും വന്നില്ല. ഉടനെ എല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്. ഉടനെ രാജാവ് പരിചാരകരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, വഴിവക്കൽ ചെന്ന് കണ്ടാന്ന് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. യഹൂദൻ എന്ന് പറഞ്ഞ വിളിക്കപ്പെട്ടവൻ കല്യാണ സമയത്ത് ക്ഷണിക്കാഞ്ഞുകൊണ്ട് വഴിയിൽ കിടന്ന് നിന്നെ എന്നെ വിളിച്ചതാണ്. കാരണം ഈ രാജാവിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? പറഞ്ഞ എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, ആളെ വിളിച്ചുകൊണ്ട് വന്നോളാൻ പറഞ്ഞു. ഇതാ സുവിശേഷ വില കേട്ടോ. ഹലോ, കൈവിടുത്ത് പറഞ്ഞ സെലക്ട് ചെയ്ത് വിളിക്കരുതെന്ന് പറഞ്ഞ്, മുഖം നോക്കി വിളിക്കരുതെന്ന് പറഞ്ഞ്, പൊക്കം നോക്കി വിളിക്കരുതെന്ന് പറഞ്ഞ്, നിറം നോക്കി വിളിക്കരുതെന്ന് പറഞ്ഞ്, കണ്ട എല്ലാവരെയും വേലിക്കരിയെ കിടക്കുന്നവനെ, വഴിയരിയെ കിടക്കുന്നവനെ, ആർക്കും കൊള്ളരുതാത്തവനെ, എല്ലാവരും കൈവിട്ടവനെ, എല്ലാവരെയും വിളിച്ചോ. ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ഞാൻ സ്വന്തമായതിലേക്ക് വന്നു, അവരെന്നെ കൈക്കൊണ്ടില്ല. ഇനിയിപ്പോൾ ഞാൻ എന്നെ അബ്രഹാമിൻ്റെ മക്കളെ നോക്കാനാ. എല്ലാവരും വരട്ടെ, കൈവിടത്തോടെ എല്ലാവരും വരട്ടെ, എല്ലാവരും വരട്ടെ, എല്ലാവരും വരട്ടെന്ന്, എല്ലാവരും വരട്ടെന്ന്. പൊട്ടട്ടെ, വേണ്ടാത്ത ചിന്തകളെല്ലാം പൊട്ടട്ടെ, എല്ലാം വേണ്ടാത്ത കെട്ടുകളും പൊട്ടട്ടെ, സഭയ്ക്കകത്ത് ബന്ധനങ്ങൾ അഴിയട്ടെ, പൊട്ടട്ടെ. തെറ്റുപറ്റിയവനും തകർന്നവനും വ്യഭിചാരിയും കൊള്ളനും കൊള്ളക്കാരനും എല്ലാരെയും വിളി. മത്തായി 22 വായിച്ചിട്ടേ ഉള്ളൂ. സ്വോത്രം. ആരെയൊക്കെ വന്നെന്നും ആരെയൊക്കെ വിളിച്ചെന്നും. പ്രൈസ് ദി ലോർഡ്. പിന്നെ
അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരെ യോഗ്യരായില്ല. യഹൂദന്മാർക്ക് ആ കൃപ ആദ്യം കൊടുത്ത് അമ്മാർക്ക് തന്നെ വേണ്ട. ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെ ഒക്കെയും കല്യാണത്തിന് വിളിപ്പിൻ. കാണുന്നവരെയൊക്കെ കൈകൊടുത്ത് പറ. ഹലോ, ആരോടാ സുവിശേഷം പറയണ്ടേ? കൈകൊടുത്ത് പറഞ്ഞാൽ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണി വന്നോ, കർത്താവ് തെരഞ്ഞെടുത്തവനാ. നിന്റെ കണ്ണിപ്പെട്ടോ, അവൻ കർത്താവ് തെരഞ്ഞെടുത്തവനാ. നിന്റെ കണ്ണിപ്പെട്ടോ, അവന് കർത്താവിന്റെ വിളിയുള്ളവനാ. ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരൊക്കെയും കല്യാണത്തിന് വിളിപ്പിൻ എന്ന് പറഞ്ഞു. കൈകൊടുത്ത് പറ, വിളിപ്പീൻ പറ. സുവിശേഷ വില ചെയ്യാൻ പറ. നമ്മുടെ സഭ വലുതാക്കാനുള്ള പണിയല്ല, നമ്മുടെ സഭാഗോള് പണിയാൻ 10 പേരെ കൂടെ കിട്ടുന്നതല്ല, നമ്മുടെ പാ നിറയ്ക്കാനല്ല, ഹലോ, നമ്മുടെ ഭണ്ണാരം നിറയ്ക്കാനല്ല, അവന്റെ കല്യാണ സദ്യക്ക് രാജാവ് വരുന്നുണ്ട്, മണവാളൻ വരുന്നുണ്ട്. നമുക്ക് വോട്ട് ചെയ്യാനുള്ള ആളെ കൂട്ടാനല്ല, എനിക്ക് അടുത്ത പാസ്റ്ററാകാൻ, അടുത്ത സ്ഥാനം കിട്ടാൻ, അടുത്ത സിംഹാസനം പിടിക്കാൻ വോട്ടിന് ആളെ കൂട്ടാനല്ല, മറിച്ച് കാണുന്നവരെയെല്ലാം ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കാണുന്നവരെല്ലാം. ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരൊക്കെയും കല്യാണത്തിന് വിളിപ്പിൻ എന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെ. ഞങ്ങളുടെ സഭ ദുഷ്ടന്മാര് വേണ്ട, നല്ലവര് മതി. കണ്ട ദുഷ്ടന്മാരെ മൊത്തം കൈകൊടുത്ത് പറ. എന്ന എനിക്കവര് ദുഷ്ടരല്ല, എന്റെ രക്തത്താൽ ഞാൻ അവരെ നീതീകരിക്കും. കണ്ട ദുഷ്ടന്മാരെ നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന്. കൈകൊടുത്ത് പറയാവുന്ന നല്ലവരെ വിടണ്ട, നല്ല സ്വഭാവം നല്ല രീതിയുള്ളവരെ വേണം. എല്ലാ വക മീനും പിടിക്കുന്ന ഒരു വലയാണ് ദൈവരാജ്യത്തിന്റെ വല. കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. എങ്ങനെ കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ. ഓക്കെ, ഇതിന്റെ വേറൊരു ഭാഗത്ത് ഇങ്ങനുണ്ട്. ആദ്യം വിളിച്ചേച്ചു വന്നു കഴിഞ്ഞപ്പം പിന്നെ യജമാനൻ പറയുന്നുണ്ട്, പോരെ പോരാ, ഇനി ഇടയുണ്ടെന്ന്. പലരും ഓർത്തത് 20-ാം നൂറ്റാണ്ടിൽ ലോകം അവസാനിക്കുമെന്ന്. പക്ഷേ മണവാളം പറഞ്ഞു, ഇനി ഇടയുണ്ട്. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. ഇനിയുള്ള ഭാഗം വായിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇതന്നെ ഇങ്ങനെ ചെയ്തേ ഈ യജമാനൻ. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ, വിരുന്നുകാരെ നോക്കാൻ രാജാവ് എന്ത് ചെയ്തു? അകത്തിരിക്കുന്ന ആരാ? അകത്തവിടെ പന്തിയിൽ ഇരിക്കുന്ന ആരൊക്കെയാന്ന്? സെൻട്രൽ ജയിലിൽ കിടന്നത്, സബ് ജയിലിൽ കിടന്നത്. കൈകൊടുത്ത് പറയാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയില്ലായിരിക്കും, രാജാവിന് ഇഷ്ടമെന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇതിനകത്ത് ചിലർ ഡീസന്റ് കളിക്കും. ആരാ? കൈയെടുത്ത് ആദ്യത്തെ വിളിക്ക് കയറിയതല്ലല്ലോ എന്നൊന്ന് പറഞ്ഞേ. പഴയ കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ വിരുന്നുകാർക്ക് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അന്ന് വളരെ ദാരിദ്ര്യമുള്ള കാലമാണ്. ഈ പാവങ്ങളെല്ലാം അന്ന് എന്ത് ചെയ്യും? അന്ന് വേറൊരു പന്തിയുണ്ട്. ആർക്ക് വേണ്ടി? പാവങ്ങൾക്ക് വേണ്ടി. കല്യാണ വീടുകളിൽ അന്ന് മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച. അവർ വിളിച്ചിട്ട് വന്നതല്ല, പിന്നെ ഓടി അലച്ചു വന്നതാ കല്യാണം ഉണ്ടെന്ന് കേട്ട്. അങ്ങനെ ഇരിക്കുന്ന പന്തിയിൽ ഞാൻ വലിയ പുള്ളിയാന്ന് എന്തിനാ കാണിക്കുന്നത്? നമ്മൾ ആ പന്തിക്കാരാന്ന് മുഖത്ത് നോക്കി പറഞ്ഞ്. കൃപയാണ് കൃപയാണ് കൃപയാണ്. വേണേ ഈ പന്തിയിലിരുന്ന് ഈ പാട്ട് പാടിക്കണോന്ന് പറ. കൃപയാണ്. അതല്ലെങ്കിൽ തന്നെ ഈ പാട്ട് പാടിക്കണം. അടിയാനു നിൻ കൃപ മതിയേ. അത്രയും മാന്യനാണെങ്കിൽ അപ്പറേ വലിയ ഹോട്ടലുണ്ടല്ലോ, പൈസ കൊടുത്ത് കഴിച്ചോളാൻ പറ. ഇവിടെ എത്ര പേര് പറഞ്ഞു ഞാൻ കൃപയുടെ ക്യൂവിൽ നിൽക്കുന്നവരാന്ന്? അവരുടെ കയ്യെ പിടിച്ചിട്ട് പറ, ഞങ്ങളുടെയൊക്കെ കൂടെ ക്യൂവിൽ നിന്നാ മതി എന്ന് പറഞ്ഞ് പറ. ഇൻവിറ്റേഷൻ കാർഡിലൊന്നും കിട്ടിയില്ല, അതെല്ലാം തീർന്നു പോയായിരുന്നു. വിളിച്ച കൂട്ടത്തിൽ പാഞ്ഞു വന്നതാ. നിൻ
മതിയേ. ഓ അനുഗ്രഹം നിൻ പാദം കേതിയേ, അടിയാനു നിൻ കൃപ മതിയേ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ വിരുന്നുശാലയ്ക്കകത്ത് വന്നാൽ ഒരു കള്ളനെ ഒന്നും നിങ്ങൾ കാണില്ല, ഒരു പിച്ചക്കാരനെയോ തെണ്ടക്കാരനെയോ ഒന്നും നിങ്ങൾ കാണില്ല കേട്ടോ. നിങ്ങളുടെ എൻ്റെ വിചാരം ആ വിരുന്ന് പന്തിയിലിരുന്നപ്പോൾ ഇവരെല്ലാം കീറിയ ഉടുപ്പൊക്കെ ഇങ്ങനെ ഇരുന്നെന്നാ. അങ്ങനെ അല്ലിരുന്ന് ആ കയറുന്ന വഴിക്കുണ്ടല്ലോ ഇവരെ മിടുക്കന്മാരാക്കിയ കയറ്റുന്നു. ഈ വെളിച്ച പുള്ളികൾക്ക് വേണ്ടി രാജാവ് ഒരു 10,000-കണക്കിന് മിന്നുന്ന വസ്ത്രം തയ്പ്പിച്ചു വെച്ചിട്ടുണ്ട്. മിന്നുന്ന വസ്ത്രം ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. രാജവസ്ത്രം ധരിപ്പിച്ചു. താനിട്ട പോലത്തെ ഒരു വസ്ത്രം, തന്റെ മഹിമയിലുള്ള ഒരു വസ്ത്രം. കാരണം തന്റെ പന്തിരിക്കുന്നവർ തന്റെ യോഗ്യതയിലായിരിക്കുന്നു. ആ വസ്ത്രത്തിന് അവന് ചെലവായത് സ്വന്തം ജീവന്. ആ വസ്ത്രത്തിന് അവന് ചെലവായത് സ്വന്തം ജീവന്. രാജാവ് വന്നു, ചെക്ക് ചെയ്യാൻ വന്നു. ഹലോ, വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. കല്യാണ വസ്ത്രം സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ജനമൈത്രി പോലീസ് പോലെ. കാര്യം ഇരുട്ടിൽ തള്ളുവാണേലും സ്നേഹിത എന്നാ വിളിക്കുന്നു. നല്ലൊരു ഇടി കൊടുക്കുന്നതിന് മുമ്പ്, സുഹൃത്തെ, നിയമപ്രകാരം എനിക്കിത് ചെയ്യാതിരിക്കാനൊക്കില്ല, പിടിച്ചോ ഒറ്റയെണ്ണം എന്ന് പറഞ്ഞ പോലെ. സ്നേഹിത നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന്. നീ എങ്ങനെ കല്യാണ വസ്ത്രം ഇല്ലാതെ അകത്ത് വന്നു? ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, എന്നാലും യജമാനൻ എന്തൊരു ക്രൂര യജമാനാണ്. പണ്ടൊക്കെ വായിക്കുമ്പോൾ സഹോദരി ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. ആ കല്യാണ വസ്ത്രം ഇട്ടുകൊണ്ടുള്ള ചിരി കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഇതാണ് യേശു തരുന്ന ചിരി. ഓ വഴിവക്കിലിരുന്നവനെ, ഓ സ്വത്രം പന്തിയിലിരുത്തി ചിരിപ്പിക്കുന്ന, സ്വർഗീയ സന്തോഷം പകരുന്ന സ്വർഗീയ വിരുന്നിതാ. കോട്ടയം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല, ഇതാണ് സ്വർഗീയ വിരുന്ന്. ആനന്ദത്തിന്റെ വിരുന്ന്, വിടുതലിന്റെ വിരുന്ന്, സന്തോഷത്തിന്റെ വിരുന്ന്, അനുഗ്രഹത്തിന്റെ വിരുന്ന്, നന്മയുടെ വിരുന്ന്, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ഈ വിരുന്നിന് വിളമ്പുന്ന സാധനങ്ങൾ എന്നൊക്കെയാണെന്നറിയോ? ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഒന്നുമല്ല. ഒന്നിതാ, നിർത്താൻ പറ്റാത്ത കവിഞ്ഞൊഴുകുന്ന സന്തോഷം, സമാധാനം, അനുഗ്രഹം, നന്മ, തലമുറകളുടെ നന്മ, നിത്യജീവൻ, പാപമോചനം, എല്ലാം ഓരോ ഡിഷായി നിന്റെ മുമ്പിൽ വിളമ്പാൻ പോവാ. അതെല്ലാം റെഡിയാക്കിയിട്ടാ പറഞ്ഞ് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. അല്ല, ഫ്രൈഡ് റൈസ് ഒരുങ്ങിയിരിക്കുന്നല്ല പറഞ്ഞ, അതും ഇതിനകത്തുണ്ട് കേട്ടോ. നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ മക്കൾക്കുള്ളത് അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കൃപയ്ക്കകത്തെല്ലാം ഉണ്ട് സ്നേഹിതാ. ഓഹോ, നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചേ. അവൻ നിന്നെ സ്നേഹിക്കുന്നവൻ നിന്നെ സ്നേഹിക്കുന്നു. തന്റെ ജീവൻ നിനക്ക് വേണ്ടി തന്നു. നിന്നെ ഓർത്തപ്പോൾ ഈ വിരുന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിന്നെ ഓർത്തപ്പോൾ അവന്റെ കൈ ആണിക്കേൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. അവൻ കൈ വലിച്ചില്ല കേട്ടോ. നീ മാന്യനായിട്ട് നിൽക്കണമെങ്കിൽ അതവിടെ കൊടുക്കണമായിരുന്നു. കൊണ്ട് ഒരു പ്രസിദ്ധനായ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞുണ്ട്, ആ തടിക്കുരിശിൽ യേശുവിനെ ചേർത്ത് നിർത്തിയത് 3 ആണികളല്ല, മറിച്ച് എന്നോടുള്ള സ്നേഹമായിരുന്നു. സ്തോത്രം. ഒരിക്കൽ കർത്താവിൻ്റെ ഈ സ്നേഹത്തെ ഓർത്തോണ്ട് ഞാനിങ്ങനെ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എനിക്കൊരു പാട്ട് കിട്ടി, ഇത്രമേൽ എന്നെ നീ സ്നേഹിച്ചോ എന്നാ പാട്ട്. അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ, ക്രൂശിൽ കിടന്നപ്പോഴും കാരിരുമ്പാണിയല്ല വേദന,
നാശത്തിലായൊരൻ രക്ഷയ്ക്കാ ആശിച്ചതല്ലയോ ആരോധനം. ഞാൻ പറയാം, കർത്താവ് നിലവിളിച്ച നിലവിളി അതെ വേദന കൊണ്ട് തന്നെയാ. പക്ഷെ ആ കാരിരുമ്പാണിയുടെ വേദനയല്ലായിരുന്നു. നീയും ഞാനും മാന്യനായി നടക്കണം. സാത്താൻ ഇനിയും തോണ്ടരുത്. പാരമ്പര്യ ശാപങ്ങൾ നിന്നെ തോണ്ടരുത്. അവര് ബന്ധനം ചെയ്തു, ഇവര് കൂടോത്രം ചെയ്തു, അത് നിന്നെ പിടിക്കരുത്. പൂർണ്ണ രക്ഷ എനിക്കും നിനക്കും ലഭിപ്പാൻ, ഈ ലോകത്തിലും വരുവാനുള്ളതിലും പൂർണ്ണ രക്ഷ ലഭിക്കാൻ അവന്റെ കൈ ഏൽപ്പിച്ചു കൊടുത്തു. ക്രൂശിൽ കിടന്നപ്പോഴും കാരിരുമ്പാണിയല്ല വേദന, നാശത്തിലായൊരു രക്ഷയ്ക്കാ ആശിച്ചതല്ലയോ ആരോധനം. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചു, ഇതെത്രയും വിചിത്രമേശു രക്ഷക. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു എന്നിൽ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. ഞാൻ വാസ്തവത്തിൽ കേരള പോലീസിലെ IG തൻ്റെ കാക്കി വേഷം എടുത്ത് സ്റ്റാറും എല്ലാം കൂട്ടി തോമസ് ഊട്ടിവറിന് ഇട്ടിട്ട് ഇരുന്നോടായി കസേര എന്ന് പറഞ്ഞ ഞാനൊരു ഇരിപ്പിരിക്കുകയല്ലേ, ആ ഇരിപ്പായി ഇപ്പം ഇരിക്കുന്നത്. ഞാൻ IPS എടുത്തില്ല, സ്കൂളിൽ പോയില്ല, ചെന്നിടത്തൊക്കെ തോറ്റുപോയി, കള്ളും കുടിച്ച് അയിലയിൽ നടന്നു. എന്നാൽ കൃപയാൽ ഇതാ കൃപയുടെയും നീതി ദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ ലഭിച്ചു. അതറിയണം, അറിഞ്ഞ് അത് തന്നെ പ്രാപിക്കണം. ഒരിക്കലും എൻ്റെ പ്രവൃത്തി കാണിക്കരുത്, ഈ സമൃദ്ധി കിട്ടത്തില്ല. കൃപയാ 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 കർത്താവേ എന്ന് പറയുമ്പോൾ നിനക്ക് തെറ്റ് ചെയ്യാതിരിക്കാനും കൂടെയുള്ള കൃപ തരും, നിനക്ക് സ്നേഹിക്കാനുള്ള കൃപ തരും, നിനക്ക് ക്ഷമിക്കാനുള്ള കൃപ തരും. ഭാഗം വായിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. അവന് വാക്ക് മുട്ടിപ്പോയി. ഒത്തിരി വർത്താനം പറഞ്ഞവർക്ക് വാക്ക് മുട്ടിപ്പോയി. എന്നാന്നറിയാം, ഈ പുള്ളി വാതൊക്കെ ഒന്ന് ഒത്തിരി വർത്താനം പറഞ്ഞായിരുന്നു. പറയാം എന്നാ പറ്റിയെന്നറിയാവോ? ഈ വാതുക്കെ രാജാവ് തയ്പ്പിച്ചു വെച്ച നീതിയുടെ വസ്ത്രം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പുള്ളി ക്യൂവിൽ വന്നപ്പോഴത്തേക്കിന് ഇത് കൊടുത്തപ്പം ഞാൻ അതിലും നല്ല സൂട്ടല്ലേ ഇട്ടിരിക്കും. എനിക്കിതിൻ്റെ ഒന്നും ആവശ്യം, ഇത് വല്ലവർക്കും തയ്പ്പിച്ചതല്ലേ, ഇത് ഞാൻ തന്നെ മേടിച്ചതാണ്. കണ്ടില്ലേ, എൻ്റെ അളവിൽ ഞാൻ തയ്പ്പിച്ചതാണ്. എല്ലാവരും നോക്കിയപ്പം ബാക്കിയുള്ളവർക്കൊരു അസൂയ തോന്നി കേട്ടോ. ഈ കല്യാണ വസ്ത്രം ഇട്ടവർക്ക് പോലും ഈ പുള്ളി എന്തൊരു നല്ല മനുഷ്യനാ, നമ്മളെക്കായാലൊക്കെ ഇതെല്ലാമാ ചെയ്യുന്നേ. അങ്ങനെ ആ ഗമയിലാ പുള്ളി ഇരുന്ന്. ആ ഗേറ്റിൽ നിന്ന് ഒത്തിരി വാക്ക് പറഞ്ഞ പുള്ളിക്ക് വാക്ക് മുട്ടിപ്പോയി. ഇത് നീതി ദാനം കിട്ടണം. അവരൊക്കെ പറഞ്ഞേ, സ്വന്തം വസ്ത്രവും കൊണ്ട് വരരുത്, കൈ കൊടുത്ത് പറഞ്ഞേ. വായിച്ചാട്ടെ. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ. അയ്യോ, സൂട്ട് വിട്ട് അവിടെ പോകുന്ന വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. ഇവനെ കൈയും കാലും കെട്ടി സൂട്ടോടെ കെട്ടി എന്ത് ചെയ്യണം? ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ. അവിടെ ദയവായിട്ട് ആരും വേറൊരാളെ കൂടുതൽ കുറ്റമൊന്നും പറയണ്ട, കൈകൊടുത്ത് പറഞ്ഞു. ഞാനും മേടിച്ചിട്ടതാ, നീയും മേടിച്ചിട്ടതാ വസ്ത്രം, കൈകൊടുത്ത് പറഞ്ഞു. നിങ്ങളെ ആരെങ്കിലും ആശുപത്രികളിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്.
അവിടെ പോയാൽ നമ്മുടെ ചെരുപ്പ് വെളിയിലിടണം. അവിടെ എല്ലാവരും ഇടുന്നൊരു ചെരുപ്പ് കിടപ്പുണ്ട്, അത് ഇടണം. മാത്രമല്ല അകത്തുനിന്ന് മീറ്ററിന് 30 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പച്ച ഉടുപ്പ് കൊണ്ടുതരും. ഞാനാണ് ഇപ്പം മേടിച്ച ലൂയി ഫിലിപ്പോ വാൻ ഹൂസനോ ഒക്കെ ഇട്ടാ ചെന്നത്. അതാണ് 5000 രൂപയുടെ ഷർട്ടായിരുന്നു. അന്നേരം ഉണ്ടോ അവിടെ ഇവിടെ കീറി ഒരു പച്ച ഉടുപ്പും കൈ കൊടുത്തവർ അവിടെ തയ്പ്പിച്ചതിട്ടേ അവിടെ കയറാനൊക്കെയുള്ളൂ എന്ന് പറഞ്ഞു. കൈ കൊടുത്ത് പറഞ്ഞ നിങ്ങളുടെ പ്രവൃത്തിയൊക്കെ നല്ലതാ, കയ്യിലിരുന്നോട്ടെന്ന് പറഞ്ഞ്. സഭയ്ക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞ്. ഞാൻ പറയാം, ചെയ്യുന്നത് ഒരിക്കലും എന്നെ പുകഴ്ത്താൻ വേണ്ടി ആയിരിക്കരുത്, നന്ദി പ്രകാശനമായിരിക്കണം. ഒരു ദാസൻ എന്തോ കിട്ടാൻ വേണ്ടി ജോലി ചെയ്യുന്നു. ഒരു ഭാര്യ, മക്കളെന്ന അവകാശി എല്ലാം കിട്ടിയത് കൊണ്ട് നന്ദി കൊണ്ട് ജോലി ചെയ്യുന്നു. അതായിരിക്കണം സുവിശേഷ വേല. മനസ്സിലായോ? നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല. ദാസനായപ്പോഴും ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എനിക്ക് വിടുതൽ കിട്ടിയില്ല പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അപ്പം എൻ്റെ ഒരു കർമ്മത്തിൻ്റെ ഫലമാണ് പ്രാർത്ഥന എന്നാണ് ഞാൻ പറഞ്ഞു. നോ, അത് നിനക്ക് ദാനമാണ്. നിൻ്റെ ആവശ്യം അറിയിച്ചാൽ മതി എന്നല്ലേ കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നല്ലേ? നിൻ്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിനെ ജസ്റ്റ് ഇൻഫോം, പിന്നെ സ്തോത്രം ചെയ്യുക. പിന്നെ നമ്മുടെ മനസ്സിന് ഭാരം വന്ന ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, അവിടത്തേക്ക് അറിയാം. കാരണം കർത്താവ് പറഞ്ഞു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കില്ല, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കില്ല, നല്ല ദാനങ്ങളെ കൊടുക്കത്തുള്ളെങ്കിൽ എന്നോട് അപേക്ഷിക്കുന്ന എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ നന്മ എത്രയധികം കൊടുക്കും. നമ്മൾ ഈ 3 എപ്പിസോഡുകളായി കേട്ടുകൊണ്ടിരുന്നത് യേശു കർത്താവ് കൃപയാൽ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നിരിക്കുന്ന വലിയ ധൈര്യം. ഈ കർത്താവ് തന്ന ധൈര്യം നമ്മളെ ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ ചെല്ലാൻ പ്രാപ്തരാക്കുന്നു. മാത്രമല്ല, മനുഷ്യരുടെ മുമ്പിൽ തല കുനിച്ചു നടന്നവർക്ക് കർത്താവ് എന്നെ അംഗീകരിച്ചു എന്നുള്ള ബോധ്യത്തിൽ തല ഉയർത്തി നിൽക്കാം. മാത്രമല്ല, പിശാചിനെതിരെ നമുക്ക് നിൽക്കാം. എൻ്റെ വീട്ടിൽ സാത്താന്യ ബാധയായിരുന്നു, ഞങ്ങളെ തലമുറയായി പിശാച് കളിപ്പിച്ചതാണ്, ഇനി നടക്കത്തില്ല. കർത്താവിൽ വിശ്വസിച്ച നീ ഉള്ളപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഭവനത്തിൻ്റെ പടിവിട്ട് മാറിയ പാരമ്പര്യ ശക്തികൾ, പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ഇനി ഇവിടെ എല്ലാം നിൽക്കാം. നമുക്ക് സ്വന്തം, നമ്മളെ ഏറ്റവും കുറ്റം ചുമത്തുന്നത് നമ്മുടെ സ്വന്തം മനസാക്ഷിയാണ്. നമ്മൾ തെറ്റുകാരാണെങ്കിൽ കോടതിയെ കളിപ്പിക്കാം, വക്കീലിനെ കളിപ്പിക്കാം, അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും അവിടെയൊക്കെ നമുക്ക് നീതിമാനായി ചമയാം. മനസാക്ഷി പക്ഷെ നമ്മളെ ഒരിക്കലും സമ്മതിക്കത്തില്ല, നീ കള്ളനാന്ന് പറയും. പക്ഷെ മനസാക്ഷിയിൽ പോലും നമുക്ക് പാപമില്ല, നിന്നോട് ഞാൻ ക്ഷമിച്ചു, നീ നീതിമാനാണെന്ന് ബോധ്യം തരുന്ന ഒരൊറ്റ ആളെയുള്ള യേശു മാത്രമാണ്. ആ ധൈര്യത്തോടെ നമുക്കിന്ന് നമ്മുടെ വിഷയങ്ങളെ ഒന്ന് കൈകാര്യം ചെയ്യാം. ഞാനൊരു കാര്യം പറയാം, ആ പാരമ്പര്യ ശക്തികൾ, രോഗബന്ധനങ്ങൾ നിങ്ങളിൽ നിൽക്കാൻ ഒരവകാശവും അതിനില്ല. ഇപ്പോൾ എൻ്റെ വസ്തുവിനകത്ത് ഒരാൾ കയറി കുടി പാർത്താൽ ഒരവകാശവും ഇല്ല അവിടെ കിടക്കാൻ. അതുകൊണ്ട് ആ രോഗത്തോട് ഇന്ന് വിട്ടുപോകാൻ പറയണം. കുടുംബത്തിലെ അസ്വസ്ഥതയോട് വിട്ടുപോകാൻ പറയണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രതിസന്ധികളുടെയും പുറകിലൊരു പൈശാചിക ശക്തിയുടെ കരമുണ്ട്. അതിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ടെന്നാണ് വചനം പറയുന്നത്. ഇതെൻ്റെ അഭിപ്രായമല്ല, കർത്താവ് പറഞ്ഞതാണ്. എൻ്റെ നാമത്തിൽ നിങ്ങൾ കൽപ്പിക്കുമ്പോൾ ദുരാത്മാക്കൾ വിട്ടുമാറും, എൻ്റെ നാമത്തിൽ നിങ്ങൾ ആജ്ഞാപിക്കുമ്പോൾ രോഗങ്ങൾ സൗഖ്യമാകുമെന്ന് യേശു പറഞ്ഞതാണ്. ഇതൊരു ദൈവദാസൻ്റെയും കണ്ടുപിടുത്തതല്ല, ഒരു സഭയുടെയും പ്രോഗ്രാമുമല്ല. ഇപ്പോൾ ഇത് വിശ്വസിച്ച് ചെയ്താൽ ക്യാൻസറുകൾ മാറും, കാഴ്ചയില്ലാത്ത കണ്ണുകൾ തുറക്കും, കാതുകൾ തുറക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും, ആ ഹാർട്ട് ബ്ലോക്ക് വിട്ടുമാറും, കൊളസ്ട്രോൾ ആകാം, ഡയബറ്റിസ് ആകാം, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകും. ഇതാർക്കും പ്രാപിക്കാം. ഇതിന് മതമില്ല, ജാതിയില്ല, ഇതിന് തിയോളജി പഠിക്കണമെന്നില്ല. ജസ്റ്റ് ബിലീവ് ആൻഡ് റിസീവ്. ലെറ്റ് us pray. ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് വി പ്രേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ കേട്ട വചനത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും സൗഖ്യമാകട്ടെ. ഏത് രോഗബന്ധനമാണോ, ഓപ്പറേഷൻ കാത്തിരിക്കുന്ന വ്യക്തി, ഹാർട്ട് ബ്ലോക്ക് ഇപ്പോൾ തന്നെ വിട്ടുമാറുന്ന, അടുത്ത ടെസ്റ്റിൽ കാണില്ല, വിശ്വസിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വായ്ക്കകത്തെ
പല്ലുകളൊക്കെ അതെന്ത് രോഗം എനിക്കല്ല, ദ്രവിക്കുന്ന പോലെ, മോണയിലൊക്കെ പ്രശ്നമുള്ള അതിവേദന എടുക്കുന്ന രോഗം, ഭക്ഷണം പോലും കഴിക്കാൻ മേലാതിരിക്കുന്ന വ്യക്തി ഇപ്പോൾ സൗഖ്യമാവുകയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഇൻഡസ്റ്റൈനൽ പ്രോബ്ലം, കുടലിനകത്തുള്ള പ്രോബ്ലം ഇപ്പോൾ തന്നെ അത്ഭുതകരമായി സൗഖ്യമാകും. നിങ്ങൾ വിശ്വസിച്ചേ, കർത്താവിൻ്റെ കരം അവിടെ ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ നിൽക്കുന്നത്. ഒരു കുറ്റബോധത്തോടെ അല്ല, ധൈര്യത്തോടെ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ശാരീരിക അസ്വസ്ഥതകളും മാറട്ടെ, ക്യാൻസറുകൾ മാറട്ടെ, പൂർണ്ണ വിടുതലാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. വലിയ വിടുതലുകൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പേരെടുത്ത് പറയപ്പെടണമെന്നൊന്നും രോഗത്തിനില്ല. അതുപോലെ ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, എന്നെ തൊട്ടു, ഇതൊന്നും വിഷയമല്ല. നിങ്ങൾ വിശ്വസിച്ചാൽ മതി, ആ പ്രതിസന്ധി മാറിയേ ഒക്കത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പിറവത്ത് 2015 ഫെബ്രുവരി 7 ശനി. ശുശ്രൂഷ രാവിലെ 10-ന് മാം ഓഡിറ്റോറിയം. യേശുവിൽ ശാപവിമുക്തി തൃശ്ശൂരിൽ. കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-ന്. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് ഊട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. യേശുവേ, 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 യേശുവേ. രക്തം ചൊരിഞ്ഞെന്നെ സ്വന്തമാക്കിയോനെ, ഞാൻ നിന്റെ മാത്രമാണേ. രക്തം ചൊരിഞ്ഞ